അൽവിയെ അപ്പോ ആ അങ്ങനെ ഇത് പറ ചായ ഒന്നും കുടിക്കാം അത്ര പാല് വേണം അതൊന്നും മതി പാല് പൊടി വേണം ഇല്ല ഒക്കെ പാകത്തിന് മീഡിയം അടിപൊളി. പെരുന്നാൾ ദിനത്തിൽ ഈദ്ഗാഹുകളിൽ സജീവമായി നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഈദ്ഗാഹിലാണ് അദ്ദേഹം പങ്കെടുത്തത്. നമസ്കാരത്തിന് ശേഷം ഇവിടെ കൂടിയ വിശ്വാസികളുമായി അദ്ദേഹം സൗഹൃദം പങ്കുവച്ചു. വിവിധ പള്ളികളിൽ നടന്ന ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് മടങ്ങുന്നവരെല്ലാം കണ്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്നേഹം അറിയിച്ചു. വോട്ടഭ്യർത്ഥനയ്ക്ക് അപ്പുറം ഒരു പരസ്പര സൗഹൃദം പങ്കുവെക്കലായിരുന്നു വോട്ടർമാരെ കണ്ട് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത്. കാരണം താൻ താമസിക്കുന്ന പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വോട്ടർമാരെല്ലാം തൻ്റെ പരിചയക്കാരാണെന്നും അവരെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ തൻ്റെ സൗഹൃദം പുതുക്കുക എന്നതാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ ലക്ഷ്യമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. വാസ്തവത്തിൽ പെരുന്നാൾ പെട്ടെന്ന് ഇന്നലെ മാസം കണ്ട് ഇന്ന് പലരും പെരുന്നാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നാളെയാകും പെരുന്നാൾ എന്നതായിരുന്നു, 30 നോമ്പും കിട്ടുമെന്നതായിരുന്നു എല്ലാവരുടെയും വിശ്വാസികളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഇന്നലെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇന്ന് പെരുന്നാൾ വരികയും ആളുകളൊക്കെ ധൃതി പിടിച്ച ഓട്ടമായിരുന്നു ഇന്നലെ. ഞാനിന്ന് രാവിലെ തന്നെ ചന്തക്കുന്നിലെ ഈദ്ഗാഹിലാണ് പങ്കെടുത്തത്. മാത്രമല്ല അതിനുശേഷം ഈദ്ഗാഹിൽ പങ്കെടുത്തതിന് ശേഷം എല്ലാവരെയും കാണാനും ഈദ് ആശംസകൾ പരസ്പരം പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായി. ഈ ഒരു വോട്ട് ചോദിക്കുന്ന രീതി വാസ്തവത്തിൽ ഈ ഈദ്ഗാഹിൽ വന്ന് വോട്ട് ചോദിക്കുന്ന രീതിയല്ല, പരസ്പരം എല്ലാവരെയും കാണാനും സൗഹൃദം പങ്കുവെക്കാനുമുള്ള ഒരവസരമായിട്ടാണ് വാസ്തവത്തിൽ ഈദ്ഗാഹിൽ ബാക്കിയുള്ളവരൊക്കെ കാണുന്നത്. നിരവധി ആളുകൾ അദ്ദേഹവുമായി സ്നേഹം പങ്കുവച്ചു. എന്തായാലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാളെ നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം അസിസ്റ്റന്റ് വരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. രാവിലെ 11 മണിക്ക് പ്രകടനമായി എത്തിക്കൊണ്ട് താലൂക്ക് ഓഫീസിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് നാളെ രാവിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ കേരള രാഷ്ട്രീയത്തിലെ വലിയ ഒരു നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഖബർസ്ഥാനിൽ, മുക്കട്ട വലിയ പള്ളിയിലെ ഖബർസ്ഥാനിലെത്തി അദ്ദേഹം പ്രാർത്ഥനകൾ നടത്തിയതിനു ശേഷമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി പോവുക എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ UDFിൻ്റെ കൺവെൻഷനുകൾക്കും തുടക്കമാവുകയാണ്. UDFിൻ്റെ നിയോജക മണ്ഡലം കൺവെൻഷൻ 22-ന് വൈകുന്നേരം 4 മണിക്ക്, ഞായറാഴ്ച 4 മണിക്ക് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. UDFിൻ്റെ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭാ കൺവെൻഷനുകൾ നടക്കുന്നത് 23, 24 തീയതികളിലാണ്. 23-ാം തീയതി ചുങ്കത്ര, എടക്കര, പോത്തുകല്ല്, വഴിക്കടവ് പഞ്ചായത്തുകളുടെ കൺവെൻഷനുകളും 24-ന് നിലമ്പൂർ നഗരസഭ, അമരമ്പലം, മൂത്തേടം, കരുളായി ഗ്രാമപഞ്ചായത്ത് കൺവെൻഷനുകളും നടക്കും. നിയോജക മണ്ഡലത്തിലെ 263 ബൂത്ത് കൺവെൻഷനുകൾ 25, 26 തീയതികളിൽ നടക്കും. അതേ ദിവസം തന്നെ പഞ്ചായത്തിലെ വനിതാ സംഗമങ്ങളും നടക്കും. 27-ാം തീയതി മുതൽ ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് സജീവമായ പര്യടന പ്രവർത്തനങ്ങളുമായി ഇറങ്ങുവാനാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ തീരുമാനം, UDFിൻ്റെ തീരുമാനം. എന്തായാലും ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട്, തൻ്റെ സുഹൃത്തുക്കളെ നേരിൽ കണ്ടുകൊണ്ട് സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ദിനത്തിലായിരുന്നു അദ്ദേഹം ഇന്നുണ്ടായിരുന്നത്. നിലമ്പൂരിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്നതായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ദിവസം, പെരുന്നാൾ ദിവസം സൗഹൃദം പങ്കുവച്ചതിന് ശേഷം 1TV-യുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാളുള്ള ഒരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ച് കയറാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ആര്യാടൻ ഷൗക്കത്ത് 1TV ന്യൂസിനോട് പറഞ്ഞു. പ്രചരണം അതിൻ്റെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 മാസം മുൻപ് നടത്തി വന്ന പ്രചരണം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരുക്കങ്ങൾ UDF ഇതിന് ആവശ്യമില്ലായിരുന്നു. പ്രചരണമൊക്കെ വളരെ നേരത്തെ ആരംഭിച്ചു എന്ന് മാത്രമല്ല, ഒരു നല്ല ഭൂരിപക്ഷത്തിന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് UDF വിജയിക്കുമെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ജനങ്ങൾ അത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഈ 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ പദ്ധതികൾ, പാതി വഴിയിൽ കിടന്ന പദ്ധതികൾ, പുതിയ പദ്ധതികളടക്കം 200 കോടി രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പലതും പണി തുടങ്ങി, ചിലത് ടെൻഡർ നടപടികളിലായി. പഴയ പദ്ധതികൾ പാതി വഴിയിൽ കിടന്നത് പൂർത്തീകരിക്കാനായി ചിലതൊക്കെ. എന്തായാലും ജനങ്ങൾ അത് കൃത്യമായി ബോധ്യമുള്ളവരാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ഭൂരിപക്ഷം, ഒരു ചരിത്ര ഭൂരിപക്ഷം UDF ഉണ്ടാക്കുന്ന വിജയമായിരിക്കും നിലമ്പൂരുണ്ടാവുക.